നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ തകർത്തെറിഞ്ഞ മത്സരത്തിൽ സിറ്റി മോശമല്ലാതെ കളിച്ചിട്ടുണ്ട്. ഈ റിസൾട്ടിൽ അത് കാണുന്നില്ല. റിസൾട്ടിലല്ല കാര്യം, ടീം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ പെപ്പ് ഗാർഡിയോള വിലയിരുത്തുന്നു. പല ഘട്ടത്തിൽ നമ്മൾ ഗോളിനടുത്തേക്കെത്തി, ബട്ട് ഗോളാക്കി മാറ്റാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് പ്രശ്നമായത്. റയലിന് 3 അവസരങ്ങൾ കിട്ടി, 3 ഗോളാക്കി. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ തിരിച്ചു വരിക എന്നുള്ള അത്ര എളുപ്പമല്ല. പക്ഷേ ഇത്തിഹാദിൽ ഒരാഴ്ചയ്ക്ക് ശേഷം എന്തും സംഭവിക്കാം. കളി ഇനിയും 90 മിനിറ്റ് ബാക്കിയുണ്ട് എന്നുകൂടി പെപ്പ് ഗാർഡിയോള പറയുന്നു. കളിക്ക് ശേഷം പെപ്പിൻ്റെ വാക്കുകളിലേക്കൊന്ന് പോവുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഈ ഒരു ഗെയിമിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഗോളിലേക്കുള്ള നല്ല നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രത്യേകിച്ച് ആദ്യ ഗോളിൻ്റെ ഒക്കെ കാര്യം നോക്കുമ്പോൾ നമ്മൾ നല്ല രൂപത്തിലല്ല ഡിഫെൻഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എതിർ ടീമിൻ്റെ ഭാഗത്തേക്ക് പല ഘട്ടത്തിൽ കടന്നു പോയിട്ടുണ്ട്. എനിക്കറിയില്ല എന്ത് ഫീലിംഗാണ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുക എന്നുള്ളത്. ഗുഡ് ഗെയിം തന്നെയാണ്, അതാണ് എനിക്കതിൽ പറയാനുള്ളത്. ഈ റിസൾട്ട് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ 3-0 എന്നുള്ള റിസൾട്ട് ഞങ്ങളുടെ പ്രകടനത്തെ റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല. ഓഫ് കോഴ്സ് മാഡ്രിഡിന് എബിലിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട്. നമ്മൾ ബോൾ ലൂസ് ചെയ്യുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് ട്രാൻസിഷൻ നടത്തുന്നു, അവർ ബോൾ കീപ്പ് ചെയ്യുന്നു, അവർ റൺ ചെയ്യുന്നു, അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ നന്നായി കളിച്ചിട്ടുണ്ട്. ആ ഒരു ഫീലിംഗാണ് എനിക്കുള്ളത്. റിസൾട്ടിനേക്കാൾ നന്നായിട്ട് നമ്മൾ കളിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ റിസൾട്ട് ഇവിടെ ഉണ്ട്, ശരിയാണ്. ഒരാഴ്ച ബാക്കിയുണ്ടല്ലോ, ഇത്തിഹാദിൽ നമുക്ക് ബാക്കി കാണാം എന്നുകൂടി പെപ്പ് ഗാർഡിയോള പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇപ്പോൾ റയൽ മാഡ്രിഡ് ഒരുപാട് ഗോൾ അവസരങ്ങളൊന്നും ആദ്യ ഗോളിന് ശേഷം ഒന്നും അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ടൈം 2ാം തവണ ഒരു ബോളുമായിട്ട് വരുന്നു, സെക്കൻഡ് ഗോൾ അടിക്കുന്നു. 3ാം തവണ ഒരു ബോളുമായിട്ട് വരുന്നു, 3ാം ഗോൾ അടിക്കുന്നു. ഇതാണ് സംഭവിച്ചത്. ഇറ്റ്സ് നോട്ട് ഈസി. തീർച്ചയായിട്ടും അവർക്കുള്ള ക്വാളിറ്റി നമുക്കറിയാം. അവർ നല്ല രൂപത്തിൽ അവർ കോമ്പാക്റ്റ് ആയിട്ട് ഡിഫെൻഡ് ചെയ്ത് നിന്നു, ആ സോളിഡാരിറ്റിയിൽ അവർ നിന്നു. 11 പ്ലേയേഴ്സ് ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എളുപ്പമല്ല. പിന്നെ അവർ നല്ല രൂപത്തിൽ അവർ ട്രാൻസിഷൻ നടത്തുകയും ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഭാഗത്ത് ജെർമി ഡോക്കു നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. റിയലി വെല്ലായിട്ട് അവൻ കളിച്ചിട്ടുണ്ട്. നമുക്ക് ബോളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവിടെ പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ആ ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷയമായിട്ടുള്ളത്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ റിക്കവർ മെൻ്റലി എ ലിറ്റിൽ ബിറ്റ്. അതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ടത്. ഫിസിക്കലി മെൻ്റലി നമ്മൾ ഒന്ന് റെഡിയായി വരിക. ലണ്ടനിൽ വെസ്റ്റ് ഹാമിനെ നേരിടാൻ വേണ്ടി പോവുക. തീർച്ചയായിട്ടും ടഫാണ് പ്രീമിയർ ലീഗിൽ. ബട്ട് നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനിലേക്കാണ് പോവുക. അതിനുശേഷം പിന്നെ എന്ത് സംഭവിക്കും എത്തിഹാദ് സ്റ്റേഡിയത്തിൽ നമുക്ക് അപ്പോഴാണ് അറിയേണ്ടത്. ഫുട്ബോളിൽ എന്തും സംഭവിക്കാം. ഇൻ ഫുട്ബോൾ യു നെവർ നോ ഇഫ് വി ആർ ഗോയിങ് ടു ഫൈൻഡ് സംതിങ് ഓർ വി ആർ ഗോയിങ് ടു റീഡ് വാട്ട് ദേ ഹാവ് ടു ഡു ആൻഡ് വി വിൽ ട്രൈ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സോ ഒട്ടും എളുപ്പമായിരിക്കില്ല, എങ്കിൽ പോലും ഒരു ശ്രമം നടത്തും ഇത്തിഹാദിൽ എന്ന് തന്നെയാണ് പെപ്പ് ഗാർഡിയോള പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.